ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ചോദ്യം ഇതിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളതാണ്. 2018 ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പണ്ടോട്ടുള്ള ഫ്രണ്ടാണ് ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ള രാമു എന്ന് പറയുന്നത്. ഞങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിനുള്ളിൽ വെച്ചിട്ടാണ് രാമു ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എൻ്റെ അടുത്ത് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട സിനിമയായി കണക്ട് ചെയ്ത സിനിമയായിട്ട് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭയങ്കര മാസ്റ്റേഴ്സ് അടക്കമുള്ളവരോടാണല്ലോ ഈ കഥ പറയുന്നത്. അത് പെട്ടെന്ന് കയറി ഓണാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. കാരണം ഇതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയ ആൾക്കാരുമായിട്ടുള്ള ഒരുപാട് പേരുടെ NOC വേണം. ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് മലയാളത്തിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയുടെ പശ്ചാത്തലം ഇതിന് ഉപയോഗിക്കുകയാണ്. അന്നങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ഞങ്ങളുടെ ചിന്തയാണ്. അതന്ന് സംഭവിച്ചിട്ടില്ല. അത് അന്നങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള കഥ നമ്മൾ പല ആൾക്കാരുടെ ജീവിതത്തിലൂടെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ പല ആൾക്കാരുടെ ജീവിതത്തിലൂടെ നമ്മളത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ക്ലൈമാക്സ് പോർഷനിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ശരിക്കും നടന്ന സംഭവം. സംവിധായകൻ ജോഫിൻ ടി ചാക്കോയാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ജോഫിനെ സ്വാഗതം. നമ്മൾ 4 വർഷത്തിന് ശേഷമാണ് സംസാരിക്കുന്നത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. പ്രീസ്റ്റ് കഴിഞ്ഞു, 4 വർഷത്തെ ഗ്യാപ്പായിരുന്നു. രേഖാചിത്രത്തിൻ്റെ ട്രെയിലർ വന്നതിന് പിന്നാലെ എല്ലാവരുടെയും ഒരു ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ചോദ്യം ഇതിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളതാണ്. ജോഫിൻ ഇപ്പോൾ അത് പറയുമെന്നാണ് അറിയാനാണ് ആദ്യം നോക്കുന്നത്. അത് സിനിമ കാണട്ടെ, സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ. ഇപ്പോൾ രേഖാചിത്രത്തിൻ്റെ ആദ്യത്തെ ലുക്ക് വന്ന സമയത്ത് അതിലൊരു ഭയങ്കര രസമുള്ളൊരു ലുക്ക്, ഫസ്റ്റ് ലുക്കായിരുന്നു വന്നത്. അതിൽ അനശ്വര രാജനുണ്ട്, ആസിഫ് അലി ഉണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം 2024 2023 ബെസ്റ്റ് പെർഫോമൻസിൽ എടുത്ത് പറയാവുന്ന 2 ആക്ടേഴ്സാണ്. ഒന്ന് നേരിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു അനശ്വര. കിഷ്കിന്ദ കാണ്ട് 2024 തന്നെ ഏറ്റവും മികച്ച സിനിമകളൊന്നായിട്ട് പരിഗണിക്കുന്ന ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്നുമായിരുന്നു ആസിഫിൻ്റേത്. ഈ 2 വളരെ പവർ പാക്ക്ഡായ 2 പെർഫോമേഴ്സ്. എന്നാൽ പോസ്റ്ററിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കന്യാസ്ത്രീയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു. അതൊരു പ്രതിമ പിടിച്ചിരിക്കുന്ന പോലത്തേക്കുള്ളൊരു രീതിയിലായിരുന്നു ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഒരു ക്യൂരിയസ് ഫാക്ടർ? പിന്നെ ഈ 2 ആക്ടേഴ്സ് വന്നതിൻ്റെ സ്റ്റോറി എന്താ? ആക്ച്വലി ഈ പറയുന്ന ട്രെയിലർ കണ്ടു കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് 2 കാലഘട്ടം സൂചിപ്പിക്കുന്ന പോസ്റ്റർ തന്നെയായിരുന്നു അത്. ഈ പറയുന്ന ആസിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കഥ ആലോചിക്കുന്ന സമയം തൊട്ട് അതിലെ ക്യാരക്ടർ, അതിലെ നായകനായിട്ട് നമ്മൾ ഈ സിനിമയുടെ ഒരു 2018 എൻ്റെ കഥ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ആ സമയം തൊട്ട് മനസ്സിൽ ആസിഫ് അലിയാണ് ഈ പറഞ്ഞ ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനശ്വരയുടെ കാര്യം പക്ഷേ ആദ്യമൊക്കെ ഒരു പുതിയ ആളെ കാസ്റ്റ് ചെയ്താലോ ഈ റോളിന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഈ നേര് ഉൾപ്പെടെ വന്നു കഴിഞ്ഞ സമയത്ത് നേരിന് ശേഷമാണല്ലേ കാസ്റ്റിംഗ് വരുന്നത്? നേരിന് ശേഷമാണ് കാസ്റ്റിംഗ് വരുന്നത്. അനശ്വരയുടെ കാസ്റ്റിംഗ് ആക്ച്വലി ഈ വർഷം ഫസ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു ഓഡീഷൻ കോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പുതിയ ആൾക്കാരെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് അനശ്വരയാണ് നല്ലതെന്നുള്ള ആൻഡ്രോ ചേട്ടനാണ് ശരിക്കും എൻ്റെ അടുത്ത് ആ തീരുമാനം അനശ്വരയിലേക്ക് പോകണം, ക്യാരക്ടർ അങ്ങനെ അനശ്വര ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഫസ്റ്റ് ഒരു അഭിപ്രായം പറയുന്നത്. പിന്നീട് നേര് വന്നു, നേര് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചത് അനശ്വര ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ അനശ്വരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സിനിമയിൽ ആസിക്കും അനശ്വരയും വരുന്നത്. ഈ ആസിഫിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും ആസിഫിൻ്റെ ഒരു ഇപ്പം ആസിഫ് നമ്മളിപ്പോൾ അണ്ടർ റേറ്റഡ് എന്നൊക്കെ പറയാവുന്ന, അങ്ങനെ പറയണമെന്ന് അറിയില്ല, എന്നാൽ പോലും ആസിഫ് ഭയങ്കര ഉയർച്ച താഴ്ചകളുള്ളൊരു ആക്ടറാണ്. ചിലപ്പോൾ കരിയർ കത്തിക്കേറിയിട്ടുണ്ടാവും. എന്നാൽ മലയാളത്തിലെ എല്ലാ ട്രെൻഡ് സെറ്റർ പടം നമ്മൾ എല്ലാ കാലത്തും ഇപ്പോൾ ഋതു മുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഋതു ആണെങ്കിലും ട്രാഫിക് ആണെങ്കിലും സോട്ടാമുക്കാണെങ്കിലും കിളിബോയിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നിടത്ത് അവിടെ ആസിഫിൻ്റെ മുഖവും ഇതുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു സ്റ്റാർഡം എന്നുള്ള രീതിയിൽ പരിഗണിക്കുമ്പം ആസിഫ് ആ രീതിയിൽ കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ആക്ടറും അല്ല. ഇപ്പോൾ മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ആസിഫിലേക്ക് വരുന്നു. ഉറപ്പായും ആസിഫിൻ്റെ പെർഫോമൻസിന് ഒരുപാട്, ഇപ്പോൾ എനിക്ക് ഏറെക്കുറെ ഈ പടത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അറിയാം, ആസിഫിൻ്റെ പ്രധാനപ്പെട്ട പെർഫോമൻസിനുകൂടി ഈ അനശ്വരയ്ക്കപ്പോൾ സാധ്യതയുള്ളൊരു സിനിമയാണല്ലോ. ആസിഫിലേക്ക് ശരിക്കും വന്നത് എന്താ? ഞങ്ങൾ ഈ കഥ ആലോചിക്കുന്ന സമയത്ത് ആക്ച്വലി ഈ പറയുന്ന കെട്ടിയോളാൻ്റെ മാലാക പോലും ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പാണ് ഈ സിനിമയുടെ കഥ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു ആസിക്ക് ഇത്രത്തോളം പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള സമയം കൂടിയല്ല അത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ സിനിമ ആലോചിക്കുന്ന സമയത്ത് മറ്റേ ആ ഒരു കുറ്റശിക്ഷ ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പാണ് ഞങ്ങൾ ഈ കഥ ആലോചിക്കുന്നത്. മറ്റേ ഇതാണ്ട പോലീസ് എന്ന് പറയുന്ന ആ ഒരു സിനിമ മാത്രമാണ് ആസിക്ക പോലീസായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് എൻ്റെ ഓർമ്മ. അന്ന് ഞങ്ങൾ കഥ ചിന്തിക്കുമ്പോൾ ഇതുവരെ അധികം പോലീസ് ആവാത്ത ഒരാൾ എന്നുള്ള രീതിയിലും ഈ പറയുന്ന പെർഫോമർ എന്ന ലെവലിൽ നന്നായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ ആസിക്കിനെ അന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനുശേഷം ഈ സിനിമയ്ക്ക് ഈ സിനിമ പ്രീസ്റ്റിന് മുമ്പ് ആലോചിച്ചൊരു ബേസിക് ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയത്
ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എന്നോട് 2018 ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പണ്ടോട്ടുള്ള ഫ്രണ്ടാണ് ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ള രാമു എന്ന് പറയുന്നത്. ഞങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിനുള്ളിൽ വെച്ചിട്ടാണ് രാമു ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എൻ്റെ അടുത്ത് പറയുന്നത്. അത് കേട്ടപ്പോൾ അത് കഴിഞ്ഞ് പടം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അത് ആക്ച്വലി അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു അതിൻ്റെ ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയത്തും കണ്ടാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അത് ഞങ്ങൾ പടം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ബാക്കി കുറച്ച് കഥയും കൂടി പറയുന്നു. പക്ഷെ അതൊരു ഇൻ്റർവെല്ലിൻ്റെ ഒക്കെ പോയിന്റ് വരുന്ന സമയത്ത് അത് കഥ സ്റ്റക്കായിരുന്നു. അതിനപ്പുറത്തേക്ക് അതിന് വളർച്ചയുണ്ടായില്ല. പക്ഷേ അതിൻ്റെ ബേസിക് ഐഡിയ എനിക്ക് ഭയങ്കര വർക്കായി. അപ്പോൾ തന്നെ ഞാനൊന്നും സിനിമ ചെയ്തിട്ടില്ല, സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒപ്പം വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ കുറേ കാലം അതിൽ വർക്ക് ചെയ്തു. പക്ഷേ അതിനൊരു കംപ്ലീറ്റ് ആയിട്ട് ആ കഥയ്ക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയില്ല. പിന്നെ പ്രീസ്റ്റിൻ്റെ ഇതിലേക്കൊന്ന് പ്രീസ്റ്റ് ചെയ്തു. ഈ പറഞ്ഞ 4 വർഷം ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയും 4 വർഷം ഗ്യാപ്പ് വന്നു. പ്രീസ്റ്റിന് ശേഷം എനിക്ക് 4 വർഷം ഗ്യാപ്പിന് ശേഷമാണ് രേഖാചിത്രം എന്ന സിനിമ ഇറങ്ങുന്നത്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈ കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള സമയമായിരുന്നു. പ്രീസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രീസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ് എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ വ്യക്തി ഉണ്ടായിരുന്നു. ആ കഥയിൽ എനിക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കയറി ഓണാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. കാരണം ഇതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയ ആൾക്കാരുമായിട്ടുള്ള ഒരുപാട് പേരുടെ NOC വേണം. ഈ സിനിമയുടെ പ്രീസ്റ്റ് കഴിഞ്ഞ് അതിനൊരു ഫുൾ കഥ ഞാനും രാമും കൂടി ഇരുന്ന് ഉണ്ടാക്കി. അപ്പോൾ ഒരു റൈറ്ററുടെ കൂടെ സപ്പോർട്ട് വേണ്ടി വരും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ജോൺ മന്ത്രിക്കൽ എന്ന് പറയുന്ന ആൻമരിയ കലിപ്പിലാണ് ആൻമരിയ കലിപ്പിലാണ് ജോണിൻ്റെ ഫസ്റ്റ് സിനിമ. അതിനുശേഷം പുള്ളി ജനമൈത്രി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു. ഇപ്പോൾ അണലി എന്ന് പറയുന്ന മിഥുനേട്ടൻ്റെ വെബ് സീരീസ് ചെയ്തിട്ട് ജോൺ മന്ത്രിക്കലും കൂടി സ്ക്രിപ്റ്റിലേക്ക് ഒരാളുടെയും കൂടി ഹെൽപ്പ് അതിന് വേണ്ടി വരും എന്നുള്ള ലെവൽ ഞങ്ങൾ ഒരാളെ കൂടി ആഡ് ചെയ്ത് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ശ്രമകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ NOC ഈ സിനിമയ്ക്ക് വേണം. അപ്പോൾ ഇവരെല്ലാവരുടെയും മരിച്ചുപോയ ആൾക്കാരാണെങ്കിൽ അവരുടെ ഫാമിലിയുടെ അടുത്ത് പോയിട്ട് കഥ പറയണം. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവരുടെ അടുത്ത് പോയി കഥ പറഞ്ഞ് അവരെല്ലാവരും ഇതിന് സമ്മതിക്കണം. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. ഇവരോടൊക്കെ കഥ പറഞ്ഞ് ഓക്കെ ആയതിനു ശേഷമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയത്. ആ സ്ക്രിപ്റ്റ് എഴുതാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ ഈ പറയുന്ന ഇത് കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് ഇവരൊന്നും ദോഷമായിട്ട് ബാധിക്കാനും പാടില്ല. അപ്പോൾ അത് കുറച്ചൊരു ട്രിക്കിയായിരുന്നു ഈ സിനിമയുടെ ഒരു തിരക്കഥ ഉണ്ടാക്കാനുള്ള ശ്രമം. അതിനുശേഷം തിരക്കഥയായ ശേഷമാണ് ഞാൻ ആസിക്ക് എടുത്തതിൻ്റെ ഒരു ഫുൾ നരേഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോഴേക്കും ആസിക്ക പാലക്കാട് ഒരു സിനിമ റസൂൽ പൂക്കുട്ടി ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കഥ ആസിക്കയോട് പറയുന്നത്. ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സിനിമ വന്നത്. അപ്പോൾ പ്രീസ്റ്റ് കഴിഞ്ഞ് അധികം ഗ്യാപ്പ് വരാതെ തന്നെ ഒരു 2-3 മാസത്തിൽ തന്നെ ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇതിലേക്കുള്ള യാത്ര 4 വർഷമായിരുന്നു അല്ലേ? 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷം ഇതിൻ്റെ എന്താ പറയുക ഈ സ്ക്രിപ്റ്റിന് വേണ്ടി മാത്രമല്ല ഈ പറഞ്ഞ NOC ഈ പറഞ്ഞ ആൾക്കാരുടെ കണ്ട് കുറച്ച് പിന്നെ ജോഫിൻ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ ഒരു 2-3 ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട്. ഒന്ന് എനിക്ക് തോന്നിയത് അരവിന്ദൻ്റെ അതിഥികളുടെ ഭയങ്കര യാദൃശ്ചികതയാണ്. അരവിന്ദൻ്റെ അതിഥികളുടെ ഇന്റർവെല്ലിൽ നിന്ന് തുടങ്ങിയ ഒരു ആലോചനയാണ്. ഇന്റർവെല്ലിൽ നിന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അത് ചെറിയൊരു സമയമാണല്ലോ. പക്ഷേ ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത 2025 ഇറങ്ങുമ്പോൾ ഇന്റർവെല്ലിന് വേണ്ടെന്ന് വെച്ച ഒരു സിനിമയായിട്ടാണ് വരുന്നത്, ഒരു ബ്രേക്ക് ഇല്ലാതെ അല്ലേ? അല്ലല്ല, അത് അങ്ങനെയല്ല. ആക്ച്വലി അത് കഴിഞ്ഞ ദിവസമൊക്കെ അത്തരത്തിലൊരു ന്യൂസ് വന്നു എന്നുള്ളൂ. അത് ശരിക്കും അങ്ങനെയല്ല. ഇന്റർവെൽ ഈ സിനിമയ്ക്ക് ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2 മണിക്കൂറും 10 മിനിറ്റൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അത് നമ്മുടെ പല കാരണങ്ങളുണ്ട്. നമ്മൾ കണ്ട് ശീലിച്ചൊരു രീതിക്ക് 2 മണിക്കൂർ 10 മിനിറ്റ് ഒന്നിച്ച് സിനിമ കാണുക എന്ന് പറയുന്നത് നമ്മൾ കണ്ട് ശീലിച്ച രീതിക്ക് ഇന്ത്യൻ സിനിമകളുടെ ഒരു രീതിക്ക് അത് പോസിബിൾ അല്ല. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളും കുട്ടികളും പ്രായമായ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അത്രയും നേരം ഒറ്റയടിക്കിരിക്കുക എന്ന് പറയുന്നത് പറ്റുന്ന വാഷ്റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഈ കഥ ഞങ്ങൾ ആദ്യം ആലോചിച്ച സമയത്ത് ഇതിനൊരു പ്രോപ്പറായിട്ടൊരു ഇൻ്റർവെൽ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വന്ന് പറഞ്ഞില്ല, ഈ സിനിമയുടെ ഒരു പോയിന്റ് വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഇൻ്റർവെൽ പോയിന്റിലായിരുന്നു. പക്ഷേ ഞാനും രാമുവും ജോണൊക്കെ ഇരുന്നു ഇതിൻ്റെ എഴുത്തിൻ്റെ പരിപാടി തുടങ്ങിയ സമയത്ത് അത് നമുക്ക് ഇൻ്റർവെൽ വരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പറയുന്ന ഒരു പോയിന്റ് ഇൻ്റർവെൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു പടത്തിൻ്റെ ഒരു 35ാമത്തെ മിനിറ്റിലൊക്കെ നമ്മൾ നേരത്തെ ഇൻ്റർവെൽ നിന്ന് പ്ലാൻ ചെയ്ത സംഭവം വരും. അത് പടത്തിൻ്റെ ഏറ്റവും ഹൈ പോയിന്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ആ ഒരു ഭാഗമാണ്. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ ഒരു ഹൈ പോയിന്റ് വരുന്നത് ശരിക്കൊരു 65ാമത്തെ മിനിറ്റിലോ അല്ലെങ്കിൽ 70ാമത്തെ മിനിറ്റിലോ ഒക്കെയാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഒരു ഇൻ്റർവെൽ പ്ലേസിങ് ഈ സിനിമയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തിന് തീരുമാനിച്ചത്
ഇന്റർവെല്ലിന് വേണ്ടി ഒരു ബ്ലോക്കിന് വേണ്ടി നമ്മളൊരു സംഭവം ഉണ്ടാക്കുന്നില്ല. കഥയുടെ ഫ്ലോയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് പക്ഷെ നമ്മൾ ഈ പറയുന്ന ഒരു നമ്മൾ ഇപ്പോൾ തിയേറ്ററുകാർ ബ്രേക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ഇംഗ്ലീഷ് സിനിമയൊക്കെ നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ തന്നെ അവർക്ക് നിർത്താൻ ഇത് കൊടുക്കും. പക്ഷെ അവിടെ ഒരു സാധാരണ സിനിമകളെ പോലെ ഇന്റർമിഷൻ അല്ല, അതൊരു കഥയുടെ തുടർച്ചയാണ്. അത്രേ ഉള്ളൂ. അതായത് നമ്മള് ആ റീൽ ഒരു സ്ഥലത്ത് പോസ് ചെയ്യാണ്, സിനിമ തുടരും. ഇതിൽ ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പം 100-ലധികം ആളുകളുടെ അനുമതി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുക, ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ, ഒരു ചരിത്ര സിനിമ അല്ലെങ്കിൽ യഥാർത്ഥ സംഭവം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്ര പേരുടെ മുൻകൂർ അനുമതിയൊക്കെ വേണ്ടത്. അവർക്ക് ദോഷം ചെയ്യരുത്, പ്രതികൂലമായി ബാധിക്കരുത്, അല്ലെങ്കിൽ കഥയെ വേറെ രീതി ബാധിക്കും. പക്ഷേ ഇതൊരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ് ഡ്രാമ വരുന്നത്. നമുക്കറിയാം ത്രില്ലർ ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയുണ്ട്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയിൽ ഊന്നിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ എന്ന് പറയുന്ന സമയത്ത്, ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് മലയാളത്തിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയുടെ പശ്ചാത്തലം ഇതിൽ ഉപയോഗിക്കുകയാണ്. എന്താണ് അതിൽ ജോഫിന് ഈ ഘട്ടത്തിൽ പറയാവുന്നത്? അതെ, ഇത് ആക്ച്വലി ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡൊക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. ശരിക്കും എനിക്ക് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എനിക്ക് തോന്നുന്നു 2019 കണ്ടാണ് റിലീസാവുന്നത്. അതിന് മുമ്പേ ഈ ചിന്ത വന്നിട്ട് മറ്റേ പുള്ളിയുടെ തന്നെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിൽ ഇതേപോലത്തെ വേറൊരു യൂസ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ അധികം യൂസ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു സിനിമയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുറച്ച് ഈ പറഞ്ഞ പഴയ കാലഘട്ടത്തിൽ പണ്ട് ജീവിച്ചിരുന്ന പല ആൾക്കാരുടെ ജീവിതത്തിലൂടെ ഈ കഥ പോകുന്നുണ്ട്. പക്ഷെ അവരൊന്നും ദോഷമായി ബാധിക്കാത്ത രീതിയിലാണ് ഈ സിനിമ നമ്മൾ കൊണ്ടുപോയിരിക്കുക. നമ്മുടെ അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചു എന്നാൽ അതിന്റെ ഒരു കഥാ തുടർച്ച, അന്നങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ഞങ്ങളുടെ ചിന്തയാണ്. അതന്ന് സംഭവിച്ചിട്ടില്ല. അത് അന്നങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള കഥ നമ്മൾ പല ആൾക്കാരുടെ ജീവിതത്തിലൂടെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ പല ആൾക്കാരുടെ ജീവിതത്തിലൂടെ നമ്മളത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ട്വിറ്ററിലൊക്കെ ഈ ട്രെയിലർ വന്നതിന് ശേഷം വന്നൊരു സ്ക്രീൻഷോട്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒട്ടും സ്പോയിലർ ഫ്രീ ആക്കാൻ പറ്റാത്തതാണ്. ബാക്കി ഏത് ഡയറക്ടർക്കും ക്യാപ്പ് വെച്ച് കൊടുക്കാം. ഭരതനാണെങ്കിൽ തലേക്കെട്ടാണ്. നമ്മുടെ KB വേണുവേട്ടൻ ചെയ്ത ഭരതൻ്റെ ലുക്കുള്ള സാധനം, തൊട്ടിപ്പുറത്ത് കമൽ സാറ് അന്നത്തെ അസിസ്റ്റൻ്റായി നിൽക്കുന്നു എന്ന് പറയുന്നൊരു ആ ഒരു ഫ്രെയിം ഭയങ്കര ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് കാതോരുമായി ബന്ധപ്പെട്ട അതിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിസ്കഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ പറയുന്ന, നമ്മൾ പലപ്പോഴും സിനിമയ്ക്കുള്ളിലെ സിനിമയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വന്നുകൊണ്ട് സിനിമയ്ക്കുള്ളിൽ സിനിമയാണെന്ന് പൂർണ്ണമായിട്ട് പറയാനും പറ്റില്ല. എന്താണ് ആ ഭാഗത്തെക്കുറിച്ച് പറയാവുന്നത്? ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിത് റിലീസിന് ശേഷം നമുക്ക് വീണ്ടും കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റും. കാരണം എനിക്ക് ഇപ്പോൾ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ കാണുന്ന സമയത്ത് അത് നശിപ്പിക്കുന്നത്, ഞാൻ തന്നെ ചെയ്തു വെച്ചൊരു സാധനം നശിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമുക്കത് അടുത്ത മീറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് തോന്നുന്നു. ഈ നേരത്തെ നമ്മൾ പറഞ്ഞു ഭയങ്കര രസമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 2025 ജനുവരിയിൽ ഇത് റിലീസ് ചെയ്യുമ്പോൾ ഭയങ്കര രസകരമായ ഒരു കൊളാബറേഷൻ ഉണ്ട്. ഇപ്പം ജോഫിൻ ഇതിൽ ലീഡ് ആക്ടേഴ്സായിട്ട് ആസിഫും അനശ്വരിയും പ്ലേസ് ചെയ്ത പോലെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് മുജീബാണ്. മുജീബ് നോക്കുകയാണെങ്കിൽ 2024 കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ ഒരു ഏറ്റവും കോർ എന്ന് പറയാവുന്ന അതിൻ്റെ ബീജി ഒരുക്കിയിട്ടുള്ള ആളാണ്. അപ്പുവാണ്. അപ്പു ആ വർഷം തന്നെ ഈ പറഞ്ഞ പിന്നെ ഇത് ലെവൽ ക്രോസ് ചെയ്തിട്ടുള്ള ആളാണ്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പുവിൻ്റെ ആണ് വിഷ്വലൈസ് ചെയ്യപ്പെടുന്നത്. ഷമീർ മുഹമ്മദാണ് നമ്മൾ ഹാട്രിക്കും അല്ല അതും കടന്നിട്ട് ഇപ്പം മറ്റേ മാർക്കോ കൂടി വന്നപ്പോൾ 4 തുടർച്ചയായ ഹിറ്റുകൾ, വലിയ ഹിറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം മാർക്കോയ്ക്ക് ശേഷം ഷമീർ എഡിറ്ററായിട്ടുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു ഇതൊന്നും ഈ സിനിമകളെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ആലോചിച്ച തീരുമാനിച്ച സിനിമയാണല്ലോ ഇത്. അതായത് ഈ പറഞ്ഞ മുജീബാണെങ്കിലും അപ്പു ആണെങ്കിലും, ഇപ്പം അപ്പു എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഭയങ്കര നടക്കാത്ത ചിന്തകളൊക്കെ ആയിരുന്നു. അത് പിന്നീട് മനസ്സിലാവുന്നു. ആദ്യം പ്ലാൻ ചെയ്തത് 2 കാലഘട്ടം ഈ സിനിമയിലുണ്ട്. അപ്പം അതിൽ ഒരു കാലഘട്ടം ഫിലിമിൽ ഷൂട്ട് ചെയ്യാം എന്ന് പറയുന്ന, അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ചിന്ത ആദ്യം വന്നു. ആ സമയത്ത് ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറമാൻമാർ പുതിയ ആൾക്കാരിൽ ആരൊക്കെയുള്ളത് എന്ന് നോക്കിയ സമയത്താണ് ഈ അപ്പു പ്രഭാകർ എന്ന് പറയുന്ന ക്യാമറമാനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പുള്ളി സത്യജിത് റായിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും മുംബൈയിലൊക്കെ അവൈലബിൾ ആണ് ഫിലിംസ്, പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അപ്പുമായിട്ടൊരു ചർച്ച തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് നമുക്കിത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ള സാധനം മനസ്സിലാക്കി നമ്മളത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. സാങ്കേതിക പ്രശ്നം, ഇതിന്റെ പ്രോസസ്സിങ്ങും പരിപാടിയും സംഭവങ്ങളൊക്കെ നമുക്ക് ബഡ്ജറ്റ് വൈസ് ഭയങ്കര കൂടുതലായിരിക്കും. ഞങ്ങൾ അന്ന് അന്വേഷിച്ചപ്പോൾ 40% ഒക്കെ നമുക്ക് കൂടുതലാണ്. അപ്പം അത്
പിന്നെ അത് കൺവേർട്ട് ചെയ്ത് ഇവിടെ വരുന്ന സമയത്ത് അത്രത്തോളം വ്യത്യാസം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഞങ്ങൾക്ക് അത് വന്ന സമയത്ത് പിന്നെ അത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യായിരുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഇന്നാവുന്നത്. പക്ഷേ അതിന് ശേഷമാണ് ലെവൽ ക്രോസ് ഒക്കെ റിലീസ് ആവുന്നത്. ലെവൽ ക്രോസ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ ആണ് അപ്പു വന്നത്. ഈ മുജീബ് ആക്ച്വലി കിഷ്കിന്ദനാടത്തിന് മുമ്പാണ് മുജീബിനെയും കമ്മിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ബാഹുലാണ് ഈ പറഞ്ഞ ബാഹുൽ എൻ്റെ പ്രീസ്റ്റിൽ ഒരു ഷെഡ്യൂളിൽ അവൻ ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ സോങ് ഒക്കെ ബാഹുലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ബാഹുലാണ് മുജീബിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഈ കിഷ്കിന്ദയ്ക്ക് റിലീസിന് കുറേ മുമ്പാണ്. അതിനുശേഷം ഇപ്പോൾ ഷമീർക്കയുടെ കേസ് പറയുകയാണെങ്കിൽ അല്ലെ മുജീബിന്റെ കാര്യം ചോദിക്കുമ്പോൾ മുജീബ് നേരത്തെ ചെയ്ത് വെച്ചൊരു വർക്ക് കൂടി ഇപ്പം ജോഫിന് ഇപ്പോൾ ഓക്കെ ഇന്നയാളെ ഓൺ ബോർഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കിഷ്കിന്ദയ്ക്ക് ശേഷമാണെങ്കിൽ അത് ഈസി ഡിസിഷൻ ആവും. മറ്റേത് എന്നാൽ പോലും എന്താണ് അതിൽ അട്രാക്ട് ചെയ്തത്? കാരണം വെച്ചാൽ അതൊരു പിന്നെ അതിന് വേണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് അതിന് വേണ്ടി പൂർണ്ണമായിട്ട് സമയം അനുവദിച്ചു കൊടുത്തൊരു പടം കൂടിയാണുള്ളത്. അതെ അതെ, മുജീബിനെ എനിക്ക് വർക്ക് ഞങ്ങളൊരു ബേസിക് ആദ്യ സംസാരത്തിൽ തന്നെ അന്ന് കിഷ്കിന്ദയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് അതിൻ്റെ പാട്ടുകളും പാട്ടൊക്കെ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ പേരല്ലൂർ പ്രീമിയർ ലീഗിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപു ആയിരുന്നു അതിൻ്റെ പേരല്ലൂരിൻ്റെ റൈറ്റർ, എൻ്റെ പ്രീസിൻ്റെ കോ റൈറ്റർ ആയിട്ടുള്ള ദീപു ആയിരുന്നു. അപ്പോൾ ദീപുവും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ നമുക്ക് മലയാളത്തിൽ ഭയങ്കര തിരക്കാണ്, ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിന് ഭയങ്കര തിരക്കാണ്. ഞാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ മുജീബുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മുജീബ് ഭയങ്കര കംഫർട്ടാണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ കിഷ്കിന്ദയുടെ മ്യൂസിക്കും പരിപാടിയും സംഭവമായിട്ടപ്പോൾ അത് വർക്കാവും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഫീൽ എനിക്ക് അന്ന് കിട്ടി. അങ്ങനെയാണ് മുജീബിനെ കിഷ്കിന്ദയ്ക്ക് മുമ്പ് തന്നെ കമ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം കിഷ്കിന്ദയ്ക്ക് ശേഷം മുജീബ് വേറെ വർക്കൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു വേറൊരു പുതിയ വലിയ പടം അവന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് വർക്ക് തുടങ്ങിയിട്ടില്ല. നമ്മളൊരു ജൂലൈ 15 ഷൂട്ട് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് 5-6 സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ മ്യൂസിക് പരിപാടി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സമയമെടുത്ത് അതെ, മുജീബിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ ഒറ്റയ്ക്കിരുന്ന് കമ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ സമയമെടുക്കും. അതിനുള്ള സമയം കൊടുത്തു തന്നെയാണ് നമ്മൾ ആ സിനിമ ഇപ്പോൾ ഇറക്കുന്നത്. ഈ രണ്ട് കാലത്തൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നേരത്തെ ഷമീറിൻ്റെ കാര്യം പറഞ്ഞു, എന്നാൽ പോലും ഷമീറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കാനുണ്ടായ ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ഏരിയ JD ആണ്, ജയദേവൻ ചക്കാടത്ത്. നമ്മൾ കുമ്പളങ്ങിയിലും മായാനദിയിലും പ്രീസ്റ്റിൽ ഉള്ളൊഴുക്കിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് സൗണ്ടിൽ ഭയങ്കര ഒരു യുണീക്നെസ് കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ്. അപ്പം ഇവരുടെ ഒരു കൊളാബറേഷൻ ഉണ്ട്. ആദ്യം ഷമീറിനെ കുറിച്ച് പറഞ്ഞാൽ ഷമീർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കൊളാബറേഷനിൽ? ഷമീർ ഖാൻ എന്ന് പറയുന്നത് പ്രീസ്റ്റ് കഴിഞ്ഞ ശേഷം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ എന്ന് പറയുന്ന ഒരാളാണ് ഷമീർ ഖാൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സിനിമയുടെ ഈ രേഖാചിത്രത്തിൻ്റെ കൊളാബറേഷൻ മാത്രമല്ല, ഈ 4 വർഷം ഇപ്പം നമുക്ക് സിനിമയില്ലാത്ത സമയത്തൊക്കെ ഫ്രസ്ട്രേഷൻ വരുമല്ലോ. ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്തും ഈ പറഞ്ഞ ഒരാളെ കാണുമ്പോൾ അത് പ്രശ്നങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പുള്ളിയുടെ വീടാണ്. ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഫുൾ ടൈം ഇരിക്കുക. ഈ ഞാൻ എറണാകുളത്ത് എനിക്ക് വേറെ സ്റ്റേയും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ എന്തെങ്കിലും മീറ്റിങ്സിന് വരുന്ന സമയത്ത് പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് നിൽക്കുക. അത്രയും ഞങ്ങൾ കംഫർട്ടാണ്. അപ്പോൾ ഷമീർ ഖാനാണ് വേറൊരു ഓപ്ഷനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന പോലെ. ഈ സിനിമയുടെ ആദ്യ കഥ ഈ പറഞ്ഞ പ്രീസിന് ശേഷം രേഖാചിത്രത്തിൻ്റെ കഥ ഞാൻ ഒരു പല വേർഷൻസ് പറഞ്ഞ് ഷമീർ ഖാട് പറഞ്ഞിട്ടാണ് ഞങ്ങളങ്ങനെ ഈ സിനിമയുടെ എല്ലാ ഭാഗങ്ങളിലും ഷമീർ ഖാ എഴുതുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഷമീർ ഖാ അങ്ങനെ വന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന JD കേസ് പറയുകയാണെങ്കിൽ JDയും ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയെ തിയേറ്ററിൽ രക്ഷിച്ചെടുത്തതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ. അത് JD ഭയങ്കര എനിക്ക് ഇതേപോലെ തന്നെ കംഫർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മറ്റു പ്രീസ്റ്റ് വർക്ക് ചെയ്ത മറ്റാരും കംഫർട്ടല്ലെന്നല്ല. അടുത്ത സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ അപ്പുവിൻ്റെ കേസ് പറഞ്ഞ പോലെ, പിന്നെ മുജീബിൻ്റെ കേസൊക്കെ പറഞ്ഞു, രാഹുലേട്ടനെ പകരം മുജീബ് വന്നത് രാഹുലേട്ടൻ വേറെ കുറച്ച് തിരക്കും പരിപാടി സംഭവങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ആളിതിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. വേറൊരു ഓപ്ഷൻ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ടുപേരായിരുന്നു എനിക്ക്, JDയും ഷമീർക്കും. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായത്. ഇപ്പോൾ ഷമീർക്ക് ഭയങ്കര സിമ്പിളായിട്ട്, ഇപ്പോൾ ഷമീർക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. പുള്ളി ട്രാവൽ ചെയ്യുന്ന സമയത്തും വീട്ടിൽ ഒരു സ്റ്റുഡിയോയിലിരുന്ന് എഡിറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. പുള്ളി ട്രാവൽ ചെയ്യുന്ന സമയത്തും ഒക്കെയാണ് സിനിമ എഡിറ്റ് ചെയ്യുക. ഞാൻ ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പോൾ പല സ്റ്റോറികളാണല്ലോ, ഒരുപാട് കഥകൾ. അത് മാത്രമല്ല, ഇതിൻ്റെ ഭയങ്കരമായിട്ട് റിവീൽ ചെയ്തിട്ട് നമുക്ക് ട്രെയിലർ കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ക്യൂരിയോസിറ്റി ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഞാൻ 16 വേർഷൻ ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പല ആൾക്കാരെ കൊണ്ട്, പല എഡിറ്റേഴ്സിനെ കൊണ്ടും
പല ട്രെയിലർ കട്ട് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഞങ്ങളത് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് ട്രെയിലർ ഇറക്കാനുള്ള പ്രഷർ ഭയങ്കര കൂടി. 19-ാം തീയതി ക്രിസ്മസ് റിലീസിൻ്റെ ഒപ്പം ആദ്യം മാർക്കോടൊപ്പമൊക്കെ ഇറക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിസംബർ 10-ാം തീയതി ആയിട്ടും ട്രെയിലർ സെറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ലാസ്റ്റ് ഷമീർക്ക് എടുത്തു. ഷമീർക്ക് തന്നെ സംഭവം ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് 4 മണിക്കൂർ കൊണ്ടാണ് ഈ പറയുന്ന ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി വർക്ക് ചെയ്യുന്ന സിനിമകളിൽ പുള്ളിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് താല്പര്യക്കുറവുണ്ട്. പുള്ളി വേറെ ആൾക്കാരെയാണ് സാധാരണ പറയുക. ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രീസൊക്കെ വേറെ ആൾക്കാരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും അങ്ങനെ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് പുള്ളി എന്നാൽ പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് ലാസ്റ്റ് 4 മണിക്കൂർ കൊണ്ടാണ് ഇപ്പം ഇറങ്ങിയ ട്രെയിലർ പുള്ളി കട്ട് ചെയ്തത്. പുള്ളിക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തത്. ബാക്കിയുള്ള ആൾക്കാർ ഭയങ്കര ടഫായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ പക്ഷേ ഇവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പുള്ളി എഡിറ്റ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇത്ര ഈസി ആയിട്ടാണ് ആൾക്കാർ എഡിറ്റ് ചെയ്യുക. പുള്ളി എഡിറ്റ് പല സിനിമകൾ ഇപ്പോൾ ഈ ARM ഉൾപ്പെടെ പുള്ളിയുടെ കഴിഞ്ഞ വർഷത്തെയും മുമ്പത്തെ വർഷത്തൊക്കെ ഹിറ്റായ പല സിനിമകൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ വീട്ടിൽ ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടാണ് പുള്ളി ആ സാധനങ്ങൾ ചെയ്യുക. പക്ഷേ ഭയങ്കര റിസൾട്ട് വരുന്ന സമയത്ത് പുള്ളി കാണിച്ച ഈസിനെസ് സിനിമയിൽ കാണില്ല. ഭയങ്കര മാർക്കൊക്കെ എഡിറ്റ് നമ്മളെ കാണിക്കില്ല. പുള്ളി ഓപ്പോസിറ്റ് ഇരുന്നിട്ടാണ് സംഭവം ചെയ്യുക. നമ്മളെ പറഞ്ഞ പുള്ളി എഡിറ്റ് ചെയ്യുന്ന സാധനം നമ്മളെ കാണിക്കില്ല. പക്ഷേ പുള്ളി എഡിറ്റ് ചെയ്യുന്ന നമുക്ക് നമ്മൾ സംസാരിച്ച് നമുക്ക് നല്ല സിമ്പിളായിട്ടൊക്കെ ഈസിയാണോ സംഭവം എന്നുള്ള സംഭവം നമുക്ക് തോന്നുന്ന JD-യുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 2 കാലഘട്ടം, അതിൽ ഇന്നത്തെ കാലത്തെ സിനിമ, മറ്റൊരു സിനിമ എന്നൊക്കെ പറയുന്നത് 2 കാലഘട്ടത്തിലെ സിനിമ. എന്നാൽ വലിയൊരു സിനിമാ ചിത്രീകരണ സംവിധാനം, അതിൻ്റെ വലിയൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു ഈ സിനിമയ്ക്ക്? ഈ സൗണ്ട് ഡിസൈൻ എത്രത്തോളം സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്നുള്ളത് ശരിക്കും പ്രേക്ഷകർക്ക് എത്രത്തോളം അറിയുമോ എന്ന് എനിക്കറിയില്ല. സിനിമയ്ക്ക് ഒരു ലൈഫ് കൊണ്ടുവരുന്നതിൽ ഭയങ്കരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരാൾക്കാരാണ് ഈ പറയുന്ന സൗണ്ട് എന്ന് പറയുന്നത്. അവർക്ക് ഭയങ്കര സമയം കൊടുക്കേണ്ട ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അത് JD കേസിൽ JD അങ്ങനെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. JD വന്നിട്ട് പെട്ടെന്ന് വന്നിട്ടൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെ ചാടിക്കയറി ചെയ്യുന്ന ആളോ പരിപാടിയൊന്നുമില്ല. പുള്ളിക്ക് അതിനുള്ള സമയം, ഇപ്പോൾ ഈ സിനിമ തന്നെയാണെങ്കിലും പുള്ളി ചോദിച്ചൊരു സമയമുണ്ട്, ഈ സമയം നമുക്ക് തരാൻ പറ്റുമോ, എങ്കിൽ മാത്രമേ ഞാൻ ഈ സിനിമ ചെയ്യുള്ളൂ. ഇപ്പോൾ എത്ര ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാൽ പുള്ളി അതിനൊരു സമയം പുള്ളി പറയും. ആ സമയം നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പുള്ളി ആ സിനിമ ചെയ്യുള്ളൂ. ഞാൻ പുള്ളി പറഞ്ഞ സമയം മുജീബും ആ സമയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ആ സമയം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 5-6 മാസം കഴിഞ്ഞിട്ടാണ് സിനിമ. നല്ല സമയം ശരിക്കും ഈ മ്യൂസിക്കിനും ചെയ്യാനും സൗണ്ട് ചെയ്യാനും വേണ്ടി. അതെ അതെ, അങ്ങനെ JD അത് ചെയ്യുള്ളൂ. അതുപോലെ ജഡ്ജ്മെൻറ്റ്സ് എനിക്ക് ജഡ്ജ്മെൻറ്റ് ഭയങ്കര വിശ്വാസമുള്ളവരാണ്. കണ്ടു കഴിഞ്ഞാൽ ഇത് വർക്കല്ല, ഇത് വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയറക്റ്റായിട്ട് ഓപ്പൺ. പക്ഷേ വർക്കാവുന്ന എപ്പിസോഡ് അത് ഭയങ്കര രസമുണ്ട്, വർക്കാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരാളാണ് JD. അപ്പോൾ എനിക്ക് ഭയങ്കര വർക്ക് ചെയ്യാൻ കംഫർട്ടുള്ള ഒരാളാണ് JD എന്ന് പറയുന്നത്. രേഖാചിത്രം എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, എനിക്ക് കുറച്ചെങ്കിലും അറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം രേഖാചിത്രം എന്ന് പറയുമ്പോൾ മറ്റൊരു കാലത്തെ മറ്റൊരു സിനിമയുടെ കൂടി പശ്ചാത്തലം വരുന്ന സമയത്ത് മ്യൂസിക്കിൽ എന്തെങ്കിലും തരത്തിൽ യുണീക്നെസ് ഉണ്ടോ? 2 കാലത്തെയാണ്, ആളുകൾക്ക് പലതരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റേണ്ട മ്യൂസിക്കൽ പശ്ചാത്തലം വേണം. ഇവിടെ എന്നാൽ പുതിയ കാലത്ത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമയ്ക്ക് അനുസരിച്ചുള്ള അവരെ ത്രില്ലാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സീറ്റിൽ അമർന്നിരുന്ന് അല്ലെങ്കിൽ അവർക്ക് അറ്റൻഡീവ് ആക്കുന്ന ഒരു മ്യൂസിക് കൂടി വേണം. ഉറപ്പായിട്ടുണ്ട് അത്. പക്ഷേ ഈ സിനിമയെ കൂടി പറയുമ്പോൾ ഇതൊരു ഒരു സീറ്റഡ് ത്രില്ലർ അല്ല. ഇതൊരു ബേസിക്കലി ഒരു ത്രില്ലർ സിനിമയല്ല. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനെ വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതൊരു ഹൂഡണിറ്റ് പരിപാടി ഒട്ടുമില്ലാത്തൊരു സിനിമയാണ്. ഈ സിനിമ തുടക്കത്തിൽ ഒരു 10ാമത്തെ മിനിറ്റിലൊക്കെ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നതൊക്കെ മനസ്സിലാവും. പിന്നീട് ഒരു ഡ്രാമയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഓഫ് ബീറ്റ് മൂഡിലൊന്നുമല്ല, പക്ക എലമെൻറ്റ്സുള്ള കമേഴ്ഷ്യൽ എലമെൻറ്റ്സുള്ള സിനിമയായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഈ പറഞ്ഞ 2 കാലഘട്ടത്തിലുള്ള ഇതൊക്കെ മ്യൂസിക്കൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്കും ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തോന്നുന്നത്. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് കണ്ടിട്ട് തന്നെ ഇതാക്കാം. ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇപ്പം അതിൽ റീക്രിയേറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്നത് സിനിമയ്ക്കൊരു ടാസ്ക് ആണല്ലോ, നമ്മൾ എഴുത്തിലുള്ളത് പോലെ അല്ലല്ലോ. സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ആ കാലഘട്ടമാണെന്ന് തോന്നണം, അന്നത്തെ സിനിമകൾ, അതിൻ്റെ റെഫറൻസ്, അത് പുനർനിർമ്മിച്ചതായി തോന്നണം. അവിടെ ഭയങ്കര ഡീറ്റെയിലിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഇതിലെ 150 പിഴവുകൾ എന്നൊക്കെ പറയുന്ന വീഡിയോ ഇറങ്ങാൻ വരെ സാധ്യതയുള്ള ഒരു സാധനമാണല്ലോ. നിങ്ങൾ അവിടെ അതൊരു പെർഫെക്റ്റ് ട്രാക്ക് ആവണല്ലോ ആ കാലഘട്ടം എന്നുള്ളത്. അതിനുവേണ്ടി എടുത്തൊരു എഫേർട്ട് എന്തായിരുന്നു? ഈ സിനിമയുടെ ആദ്യത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബഡ്ജറ്റ് ഒരുപാട് വരുന്നൊരു സിനിമയായിട്ടാണ് ഫസ്റ്റ് നമ്മൾ കഥ പറയുന്ന സമയത്ത്. പക്ഷെ അതിനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ പിടിക്കാൻ പറ്റില്ല എന്നുള്ള സംഭവം മനസ്സിലായി. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന
ഒരു കാലഘട്ടത്തിൻ്റെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കുറച്ചധികം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നാൽ ഇപ്പുറത്ത് ബാക്കിയുള്ള സമയങ്ങളിൽ അത് ബാലൻസ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിൽ എങ്ങനെ ഇപ്പോഴത്തെ ഒരു പ്രോപ്പർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഇതാക്കാൻ പറ്റും എന്നുള്ളൊരു പ്ലാനിങ് ഞങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ 150 തെറ്റുകളൊക്കെ എനിക്ക് അത് ഇനി വരുമെന്നും എനിക്ക് അറിയില്ല, അത് എവിടെ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ മാക്സിമം ആ ഒരു എപ്പിസോഡ് കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി അതിന് പ്രീ പ്രൊഡക്ഷനിലാണെങ്കിലും ഷൂട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ഷൂട്ട് ചെയ്ത് ആ എപ്പിസോഡുകൾ തന്നെയാണ്. പിന്നെ ഇതിലിപ്പോൾ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു 115 ആർട്ടിസ്റ്റുകൾ, അതായത് ചെറുതും വലുതുമായിട്ടുള്ള 115 ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ലുക്കിൻ്റെ ഒപ്പം തന്നെ അവരുടെ എല്ലാവരുടെയും പേരുകൾ വിട്ടിട്ടുണ്ട്. എല്ലാവരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, പുതിയ ആൾക്കാർ 115 കഥാപാത്രങ്ങളായിട്ടുള്ള ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 90 ലൊക്കേഷനിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 90 ലൊക്കേഷനാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അത്രയും ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 60 ദിവസം കൊണ്ടാണ്. അത് ഫുൾ ടീം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായ ട്രാവൽ നിലക്കുകളാണോ ഈ ലൊക്കേഷൻ മാറുന്നത്? ഒരു വലിയ കഥയാണ്, ഒരുപാട് കഥ പറയാനുള്ള ഒരു കഥപ്പടം കൂടിയാണത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ലൊക്കേഷൻസും പരിപാടീസും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു വ്യക്തമായിട്ടുള്ള പ്രീ പ്ലാനിങ്, നമുക്ക് പ്രീ പ്രൊഡക്ഷൻ നല്ല സമയമെടുത്ത് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ 90 ലൊക്കേഷൻ എന്ന് പറയുന്നത് 60 ദിവസം കൊണ്ട് തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു. അതാണ് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഴയും പരിപാടിയൊക്കെ നടക്കുന്ന സമയം കൂടിയായിരുന്നു. എന്നിട്ടും ഫുൾ ടീം എല്ലാ ദിവസവും രാവിലെ ഒരു 6-6:30 തുടങ്ങുന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് എല്ലാ ദിവസവും 9 വരെ ഷൂട്ട് ചെയ്യും, ചില ദിവസങ്ങളിൽ 2 മണി വരെ, അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തീർത്തൊരു സിനിമ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഈ നേരത്തെ ജോഫിനെ ടൈറ്റിൽ കാണിച്ചപ്പോഴും ഞാൻ ചോദിച്ചത് രേഖാചിത്രം എന്നുള്ള പേര് ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് 2024 അങ്ങനെ ഒരു പേര് വേണോ എന്ന് ആലോചിക്കും. ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രൈക്കിംഗ് പേരല്ല ഇടാൻ ശ്രമിച്ചത്. പക്ഷേ എനിക്കൊന്ന് ഈ സിനിമയുടെ കഥയും സിനിമയുടെ ടോട്ടൽ ആലോചനയും വെക്കുമ്പോൾ അതിനേക്കാൾ വരുന്നൊരു പേര് ഇല്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും മികച്ച പേരാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും രേഖാചിത്രം എന്നുള്ള പേരിലേക്ക് എങ്ങനെയാ എത്തിയത്? ആദ്യത്തെ ആദ്യ ദിവസം ഈ പറയുന്ന ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചർച്ച ചെയ്തതിൽ ആദ്യ ദിവസം ഫിക്സ് ആയ സാധനമാണ് രേഖാചിത്രം എന്ന് പറയുന്ന പേര്. ഞാൻ ഈ സിനിമയുടെ ഈ പ്രീസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ആൻഡ്രോ ചേട്ടനും കൂടി സംസാരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ സംസാരിക്കുന്നത്. ആൻഡ്രോ ചേട്ടനെ ഞാൻ ഈ പേര് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് മനീഷേട്ടൻ ചോദിച്ചു അതേ ചോദ്യം, ഇതൊരു ഇന്നത്തെ കാലത്ത് ഒരു ക്യാച്ച് നെയിമാണോ എന്നുള്ള സാധനത്തിൽ ആൻഡ്രോ ചേട്ടൻ ഭയങ്കര ഡൗട്ട് ആദ്യം എൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കൺഫേം ആയിട്ട് ഈ പേര് എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അത് അന്ന് ആൻഡ്രോ ചേട്ടനെ കൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച പേരാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് രേഖാചിത്രം എന്നുള്ള പേര് എന്നുള്ളത് ഈ സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സിനിമയുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് രേഖാചിത്രം എന്നുള്ളതാണ് ഞാൻ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരും കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവർക്കും ഒരു 2018 തൊട്ടൊക്കെ അറിയുന്നതാണ് രേഖാചിത്രമാണ് ജോഫിൻ്റെ സിനിമ. ആദ്യത്തെ സിനിമ രേഖാചിത്രമാണെന്ന് ആദ്യത്തെ സിനിമയുടെ ആലോചന രേഖാചിത്രമായിരുന്നു എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ. പക്ഷെ അന്നത്തെ കഥ ഇതായിരുന്നില്ല കേട്ടോ. അന്നത്തെ ഒരു കഥയുടെ ഈ പറയുന്ന ഒരു പോയിന്റ് വരെ ആ കഥ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രീസിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് കഥയിലേക്ക് വരുന്നത്. ഈ രണ്ടാമത്തെ സിനിമയും ആദ്യത്തെ സിനിമയും രണ്ടാം സിനിമയും എത്തുമ്പോഴും അതിൽ കോപ്രൊഡ്യൂസർ, ഞാനൊരു കോപ്രൊഡക്ഷനിലുള്ള ആൾ ഒരേ ആളാണ്. ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനി രണ്ടാമത്തെ സിനിമയിലുണ്ട്, വേണു കുന്നപ്പള്ളിയും. അപ്പോൾ ഞാൻ ആൻഡ്രോ ചേട്ടനും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരാളാണ് ആൻഡ്രോ ചേട്ടൻ എന്ന് പറയുന്നത്. അത് മനീഷേട്ടൻ അറിയാം. ഞാൻ വന്നൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിലൂടെയാണ് വന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ഫിലിം മേക്കിംഗ് ആയിരുന്നു, എൻ്റെ PG ചെയ്ത ഫിലിം മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ സിനിമയിൽ എത്തപ്പെടാനുള്ള ആൾക്കാരുടെ കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ പല രീതിയിലാണ്. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റായ ജോഫിനെ കണ്ട ആളുമാണ് ഞാൻ. അതെ, പണ്ട് അതെ, എനിക്ക് എന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ഫോർഡിൽ വന്നിട്ടുണ്ട്. ഞാൻ വെസ്റ്റ് ഫോർഡിലാണ് ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അന്ന് ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു മാർക്കറ്റിംഗ് കമ്പനി ഞാൻ അത് പോകുന്ന സമയത്ത് അന്നോട്ട് ആൻഡ്രോ ചേട്ടനൊക്കെ ആയിട്ടും മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രൊഡ്യൂസേഴ്സായിട്ടും ഭയങ്കര ശരിക്കും എഞ്ചിനീയറിംഗിന്റെ സമയത്ത് പ്ലാൻ ചെയ്താണ് മാർക്കറ്റിംഗ് അല്ലേ? അതെ, എഞ്ചിനീയറിംഗ് സമയത്ത് തുടങ്ങിയിരുന്നു മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടിയപ്പോഴാണ് ഞാൻ PG ഫിലിം മേക്കിംഗിൽ എടുത്തത്. അതിനുശേഷം ഞാൻ ജിസ്റ്റോയുടെ പെർസെൻറ്റേജ് വർക്ക് ചെയ്തു. പക്ഷേ എനിക്ക് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ പരിചയമുണ്ട്. മനുഷ്യരുടെ അന്നത്തെ ഏറ്റവും കൂടുതൽ സിനിമകൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകാന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കാൻ
എനിക്ക് വിശ്വസിക്കാൻ ഒരു സ്പേസ് തന്ന ആൾക്കാർ വളരെ കുറവാണ്. ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അതിലേറ്റവും എന്നെ സപ്പോർട്ട് ചെയ്ത ആളെന്ന് പറയുന്നത് ആൻഡ്രോ ചേട്ടനാണ്. എനിക്ക് ആൻഡ്രോ ചേട്ടൻ തന്നൊരു സ്പേസ് ഭീകരമാണ്. ആൻഡ്രോ ചേട്ടൻ അങ്ങനെ ഒരു സ്പേസ് തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നുള്ളൊരു സംവിധായകൻ എന്ന് പറയുന്ന രീതിയിലിരിക്കുന്നത്. ഞാനും ആൻഡ്രോ ചേട്ടനും ഭയങ്കര കംഫർട്ടാണ്. അവരുടെ ഫാമിലിയായിട്ടും എൻ്റെ ഫാമിലിയായിട്ടൊക്കെ ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ ആൻഡ്രോ ചേട്ടൻ്റെ അടുത്താണ് ഞാൻ അടുത്ത സിനിമയാണെങ്കിലും ഫസ്റ്റ് കഥ പറയുന്ന ഒരാൾ ആൻഡ്രോ ചേട്ടൻ തന്നെയായിരിക്കും. ആൻഡ്രോ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആൻഡ്രോ ചേട്ടൻ എന്താണ് തീരുമാനിക്കുന്നത് അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ വേണു സാറാണെങ്കിൽ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ആളാണ്. ഈ പറയുന്ന ഈ ഇതിന് 2018 ശേഷം സ്ട്രേറ്റ് അനൗൺസ് ചെയ്യുന്ന പടം രേഖാചിത്രം അല്ല, പക്ഷേ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത് ഇതായിരുന്നു, രേഖാചിത്രം. എനിക്കതിന് കറക്റ്റ് ടൈം ഓർമ്മയില്ല. ആൻഡ്രോ ചേട്ടനാണ് എന്നെ വേണു സാറുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. ഭയങ്കര കംഫർട്ടായിട്ടൊരു പ്രൊഡ്യൂസറാണ് വേണു സാർ. ഇപ്പം എൻ്റെ 2 സിനിമയിലും എനിക്ക് സാധാരണ സിനിമാക്കാർ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കാത്ത ഒരാളാണ്. ഈ പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷറോ കാര്യങ്ങളോ ഒന്നും അനുഭവിക്കാത്ത. പ്രീഷിൻ്റെ സമയത്ത് എനിക്ക് കോവിഡ് വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചു. പക്ഷേ ഈ വേണു സാർ കൂടി പ്രൊഡക്ഷനിൽ വന്ന് വേണു സാർ പ്രൊഡക്ഷൻ എടുത്തോടെ ഭയങ്കര ഫ്രീ ആണ്. പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒരു മറ്റ് സിനിമകളിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അനുഭവിക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രഷറും ഞാൻ അനുഭവിക്കുന്നേ ഇല്ല എന്ന് പറയുന്നതാണ് ഈ പ്രൊഡക്ഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഈ പ്രീസ്റ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോഴാണ്, ഇപ്പോൾ പ്രീസ്റ്റിനെ ശരിക്കും കോവിഡ് അഫക്റ്റ് ചെയ്ത സിനിമയാണല്ലോ, അതിൻ്റെ OTT റിലീസ്, ബാക്കി കാര്യങ്ങൾ തിയേറ്റർ റിലീസ് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ തിയേറ്ററിക്കൽ റിലീസ് എന്നുള്ളത് ജോഫിൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തൊരു സംഗതിയാണ്. ബാക്കി എല്ലാം തീർത്ത് വെച്ചു, പക്ഷേ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് പ്രീസ്റ്റിൻ്റെ സമയത്ത് ഈ പറഞ്ഞ അത് മാത്രമല്ല ബാധിച്ചത്. പ്രീസ്റ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്ന് സിനിമ നിൽക്കുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നത്. അതിനുശേഷം 9 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സിനിമ പിന്നെ രണ്ടാമത് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം വലിയൊരു സെറ്റപ്പിൽ തുടങ്ങിയ സിനിമ അതിൻ്റെ ഒരു 40-50-60% കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീടുള്ള 40% കഥ വരെ നമ്മൾ മാറ്റിയിട്ട് അത് ഒരു കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അന്ന് 50 പേരെ വെച്ച് ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഞങ്ങൾ PP കിറ്റ് കിട്ടാണ്. അന്ന് കോവിഡിന് ശേഷം പെർമിഷൻ കിട്ടിയ സമയത്ത് ആദ്യം ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്, ആദ്യം നിർത്തിയ സിനിമയും ആദ്യം ഷൂട്ട് ചെയ്യുന്ന കോവിഡിന് ശേഷം ആദ്യം ഷൂട്ട് ചെയ്യുന്ന സിനിമയും പ്രീസ്റ്റാണ്. അന്ന് നമ്മൾ മറ്റേ 50 പേര് മാത്രം ലൊക്കേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ, എല്ലാവരും PP കിറ്റ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് പ്രീസ്റ്റ് രണ്ടാമത് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ ഫുൾ കഥയൊക്കെ മാറ്റി ഒരു മറ്റേ പുറത്തുനിന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതെ കോവിഡ് നിയന്ത്രണങ്ങൾ ഷൂട്ട് ചെയ്തു അങ്ങനെ ഇറക്കിയൊരു, അന്ന് ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഇറക്കിയൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമയ്ക്ക് കോവിഡിന് ശേഷം ഇറങ്ങിയ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്ന് സംസാരിച്ചപ്പോഴും റിലീസ് സമയത്താണ് സംസാരിച്ചത്. അത് അന്നിനെ സംബന്ധിച്ച് തിയേറ്ററിൽ ഇറക്കുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. ഈ പറയുന്ന പോലെ ആൻഡ്രോ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ആ സിനിമ ലാഭം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് എനിക്ക് പറയുന്ന രണ്ടാം സിനിമയും അതേ കമ്പനിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഈ പ്രീസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രീസ്റ്റിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്ത ഫാക്ടറിൽ ഒന്ന് അതിലെ പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിലൊരു ഡിവോഷണൽ സോങ് ആയി കാണെങ്കിൽ ഇപ്പോഴും ആളുകളുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിയ മാതാവിൻ്റെ ഒരു സോങ്. മാതാവിൻ്റെ സോങ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിലും ഒരു സ്പോയിലർ അല്ലെങ്കിൽ ഒരു പാട്ടിന് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട്. അറിഞ്ഞോ അറിയാതെ ഇതിൻ്റെ കഥാപശ്ചാത്തലത്തിലേക്ക് പാട്ട് എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. പാട്ട് ഉറപ്പായിട്ടും. പക്ഷെ നമ്മൾ പാട്ടുകളൊന്നും റീക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയോ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ പുതിയ പാട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. 2 പാട്ടാണ് ഇതിൽ പ്രധാനമായിട്ടുണ്ടാവുക. ഒരു ചെറിയൊരു തീം സോങ് കൂടി ഉണ്ടാവും. അത് മുജീബ് ചെയ്ത 2 പുതിയ പാട്ടുകളാണ് ഈ സിനിമയിൽ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 2024 നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമ ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ, ഞാൻ പറയുന്നത് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് വരുന്ന സിനിമയല്ല പറയുന്നത്, പാൻ ഇന്ത്യൻ തലത്തിൽ ഭയങ്കര സർപ്രൈസ് ആയിട്ട് വരുന്നതാണ്. അതെല്ലാം സർപ്രൈസ് സിനിമകളായിരുന്നു. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പം 2025 ജനുവരിയിൽ വരുന്ന സിനിമയാണ്. എന്താണ് രേഖാചിത്രത്തെക്കുറിച്ച് ജോഫിന് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ? ഈ പറഞ്ഞ പോലെ കിഷ്കിന്ധാറിന് ശേഷം ആസിഫ് അലി സിനിമ, വലിയ ഹിറ്റുകൾ, വലിയ രീതിയിൽ നിൽക്കുന്ന അനശ്വരയുടെ സിനിമ, അങ്ങനെ 2018 ശേഷം കാവ്യ ഫിലിംസിൻ്റെ സിനിമ, എല്ലാം കൊണ്ടും ഒരു നല്ല പാക്കേജായിട്ടാണ് ഈ സിനിമ വരുന്നത്. ബാക്കിയൊക്കെ ഇനിയിപ്പോൾ 9-ാം തീയതി തിയേറ്ററിൽ. അത് മാത്രമല്ല ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനി രേഖാചിത്രത്തിന് ശേഷം ചെയ്യുന്നത് മലയാളത്തിൽ മറ്റേ നെവർ ബിഫോർ പോലത്തെ ഒരു മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ സിനിമ. അപ്പൊ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി മോഹൻലാൽ സിനിമയ്ക്ക് തൊട്ട് മുമ്പ് ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനിയുടെ ആയിട്ട് വരുന്ന സിനിമ കൂടിയാണ്. അതായത് ഈ വേറൊരു കാര്യം ചോദിക്കാവുന്നത്, ഇപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ആയിട്ടുള്ള സംഗതി എന്തായാലും മലയാളത്തിൽ ഓരോ പുതിയ ജോണർ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇപ്പം കുറേ പടങ്ങൾ, ഇപ്പോൾ സോംബി റിലേറ്റഡ് പടങ്ങൾ തുടർച്ചയായിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോ പുതിയ ജോണർ ആളുകൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനും വരുമല്ലോ. അപ്പോൾ ശരിക്കും ഈ സിനിമ അത്തരത്തിലൊരു ഡിസ്കഷൻ കൂടി ഓപ്പൺ ആവുന്ന സിനിമയായിരിക്കും എന്ന് കരുതുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സിനിമയുടെ സ്വഭാവത്തിൽ ഒരാൾ എക്സ്പ്ലോർ ചെയ്യുകയും അങ്ങനെ ഒരു സിനിമ വരികയും അങ്ങനെ ഒരു സിനിമ ഡിസ്കഷൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ട്രെൻഡ് സെറ്റർ ആവാൻ പോലും സാധ്യതയുള്ള രീതിയാണല്ലോ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഈ സിനിമ ഞാൻ ആദ്യം ആലോചിച്ച സമയത്തും എൻ്റെ ഫ്രണ്ട് സർക്കിളിലും എൻ്റെ സിനിമയിലെ
ആൾക്കാരത് പറയുമ്പോൾ എങ്ങനെ നടത്തിയെടുക്കും എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ശ്രമകരമായിട്ടുള്ള കാര്യം. ഒരാൾ നോ പറഞ്ഞാൽ മതി. ഈ സിനിമയ്ക്ക് നമുക്ക് ആവശ്യമായ പല ആൾക്കാരുണ്ട്. അവരിൽ ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഒരു ശ്രമകരമായിട്ടുള്ള ഭയങ്കര പ്രശ്നമാണ്. അതിന് ഇപ്പം ആൻഡ്രൂ ജോസഫ് എന്ന് പറയുന്ന ഒരാളുള്ളത് കൊണ്ടാണ് ഈ സിനിമയുടെ ആ എപ്പിസോഡുകൾ മുഴുവൻ നമുക്കത് ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കറിയാത്തൊരു കാര്യം. എനിക്കിനി ഒരു അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു സിനിമ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സിനിമ അത്രത്തോളം സമയമെടുത്തു. അത് നേരത്തെ ജോഫിൻ ഈ ഇന്റർവെല്ലിനിടയിൽ കഥ പറഞ്ഞു, അല്ലെങ്കിൽ 100-ലധികം പേരുടെ NOC വാങ്ങിച്ചു. അപ്പം തന്നെ ചോദിക്കാനിരുന്നൊരു ചോദ്യമാണ്, ഈ ശരിക്ക് വളരെ അപൂർവമായിട്ടായിരിക്കും ഒരു ഫിലിം മേക്കർക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയുടെ നിർമ്മാതാവല്ലാത്ത, സിനിമയുമായിട്ട് നേരിട്ട് സഹകരിക്കേണ്ടതില്ലാത്ത ഇത്രയധികം ആളുകളോട് സിനിമയുടെ ഏതാണ്ട് സ്റ്റോറി പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ എനിക്കറിയാമെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട സിനിമയായി കണക്ട് ചെയ്ത, സിനിമയായിട്ട് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭയങ്കര മാസ്റ്റേഴ്സ് അടക്കമുള്ളവരോടാണല്ലോ ഈ കഥ പറയുന്നത്. അത് ഒരു ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? ഭയങ്കര രസമാണ്, അതിൻ്റെ ഒപ്പം തന്നെ ടെൻഷനുമാണ്. കാരണം നമ്മൾ ഒരു എങ്ങനെ എടുക്കും അവർക്ക് എങ്ങനെ നമ്മൾ അഭിനയിക്കാൻ ക്ഷണിക്കാനും അല്ല പോകുന്നത്, റോൾ ഓഫർ ചെയ്തിട്ടല്ല പോകുന്നത്, ഇതൊന്നും അല്ലാത്തൊരു കാര്യത്തിനാണല്ലോ. ഇതിന്റെ ആവശ്യം തന്നെ ഇല്ല അവർക്ക്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ എന്തിനാണ് ഇതിപ്പോൾ അവർ സമ്മതിക്കേണ്ടത്? ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാളെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനീഷയുടെ അടുത്ത് ഒരാളെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവത്തിൽ ഞങ്ങളൊരു വേറൊരു കഥ ഉണ്ടാക്കി അപ്പൊ അത് നിങ്ങൾ ഈ സിനിമയുടെ ഭാഗമാണ്, നിങ്ങൾ സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ ഇത് എങ്ങനെ ബാധിക്കും? പ്രത്യേകിച്ച് മരിച്ചുപോയ ആൾക്കാരുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് അവരെ നമ്മൾ മോശക്കാരാക്കുമോ? എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? പിന്നെ പറഞ്ഞ ആൻഡ്രൂ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുള്ളത് കൊണ്ട് അവരോടുള്ള ട്രസ്റ്റ്, ഞാനെന്ന് പറയുന്ന ആളെ ഇവർക്ക് പലർക്കും അറിയില്ല. പക്ഷെ എല്ലാവരും അവിടെ സമ്മതിക്കുന്നത് ആൻഡ്രൂ ജോസഫും വേണു സാറും ഒക്കെ ഈ പ്രൊജക്റ്റ് ഉള്ളതുകൊണ്ടാണ് അവർ അത് സമ്മതിക്കുന്നത്. ദോഷകരമായി ചെയ്യില്ല എന്നുള്ള വിശ്വാസം കൊണ്ടുകൂടിയാണ് അവർ സമ്മതിക്കുന്നത്. അവിടെ പോയിട്ട് എങ്ങനെയാ, ഒരു സിനോപ്സിസ് ആണോ, ത്രെഡ് ആണോ, അല്ലെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ? അല്ല, ഞാൻ പൊതുവെ കഥ പറയാറ് എല്ലായിടത്തും ഫുള്ളായിട്ടാണ്. ഫുള്ളായിട്ട് ഈ 100 പേര് എന്ന് പറഞ്ഞാൽ അത്രയും പേരില്ല. ഈ പറഞ്ഞ 100 പേരോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നൊരു 10-20 പേരോട് ആണ് ഇതിന്റെ മെയിൻ ഫുള്ളായിട്ട് കഥ പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാവരോടും ഞാൻ ഫുള്ളായിട്ട് തന്നെയാണ് കഥ. പകുതി ഒന്നാമത് ഇവരൊക്കെ നമുക്ക് ഇവരുടെ ഒരു നോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ മുന്നോട്ട് പോകും. അപ്പം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. അപ്പം അത് ഈ പറയുന്ന പലരും ലെജൻസാണ്. അപ്പം അവരെ അത് ഫുള്ളായിട്ട് കഥ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ എല്ലാവരോടും കഥ പറഞ്ഞ് അവരെല്ലാവരും ഓക്കെ പറഞ്ഞ ശേഷമാണ് ഈ സിനിമ എഴുതി തുടങ്ങിയത്. അതിൻ്റെ ഫുൾ സ്ക്രിപ്റ്റിലേക്ക് വരുന്നത് അല്ല, കാരണം അതിന് മുമ്പ് ഈ സാധനം എഴുതി തുടങ്ങി നമുക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അവരോട് ചിലരോട് പറയുമ്പോൾ ഏതെങ്കിലും ഇൻസിഡൻസോ ഇഷ്യൂ ആയിട്ട് അങ്ങനെ? ഉറപ്പായിട്ടും ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ശരിക്കും നടന്നൊരു സംഭവമാണ്. ശരിക്കും നടന്നൊരു സംഭവമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ഒരു സംഭവം. അത് എനിക്ക് പറഞ്ഞു തന്നത്, ഞാൻ പ്ലാൻ ചെയ്തത് വേറൊരു രീതിയിലായിരുന്നു. അത് എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത, ഇപ്പോൾ പറയാം, ആഫ്റ്റർ റിലീസ് ഞാൻ പറയാം. ഞാൻ പ്ലാൻ ചെയ്തത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ പോയിട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരിടത്ത് ഞാൻ ഈ സംഭവം പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ നോക്കുമ്പോൾ എക്സാക്റ്റ് നമുക്ക് വേണ്ട ഡേറ്റ്, എക്സാക്റ്റ് നമുക്ക് വേണ്ട ഏകദേശ സമയത്ത് ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത് യൂസ് ചെയ്യും, ഇത് നിങ്ങൾ പറഞ്ഞ കാര്യത്തേക്കാൾ, നിങ്ങൾ പറഞ്ഞ രീതിയേക്കാൾ കുറച്ചും കൂടി സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് നൽകുന്നുണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ക്ലൈമാക്സിൻ്റെ പ്രധാനപ്പെട്ട ക്ലൈമാക്സ് കാണുമ്പോൾ മനസ്സിലാവും. ക്ലൈമാക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം നടക്കുന്നത് റിയൽ സംഭവമാണ്, ശരിക്കും നടന്ന സംഭവമാണ്. അതെനിക്ക് പറഞ്ഞു തന്നു. അത് എനിക്കിത് ഇങ്ങനെയൊക്കെ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള സംഭവം. അത് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി അതെന്താണ് ആൾക്കാർക്ക് മനസ്സിലാവും. എന്താണ് റിയൽ സംഭവം എന്നുള്ളത് സിനിമ കണ്ടു കഴിയുന്ന സമയത്ത് ആൾക്കാർക്കത് മനസ്സിലാവും. ഈ നേരത്തെ ചോദിച്ചു തുടങ്ങിയ പോലെ തന്നെ ഒരു, അല്ല ജോഫിൻ മറ്റേ ഇതാണ് ഓപ്ഷനാണ്, വേണേ ആൻസർ ചെയ്യാതിരിക്കുന്നത്. $1,000,000 ക്വസ്റ്റ്യൻ പോലെ. ഇതിൽ മമ്മൂട്ടി നേരിട്ട് അഭിനയിച്ചിട്ടുണ്ടോ, മമ്മൂട്ടിയുടെ AI വേർഷൻ ഉണ്ടോ എന്നൊരു ചോദ്യം ഈ സിനിമ അനൗൺസ് ചെയ്ത ഘട്ടം മുതലേ ഉണ്ട് എന്ന് പറയുന്നത് സാധനമാണ്. ഈ സിനിമയിൽ അത്തരം സർപ്രൈസ് ഫാക്ടറുകൾ ഉണ്ട് എന്നാണോ പറയാൻ പറ്റുക? ഉണ്ട്. അത് ഞാൻ ഭയങ്കര മറച്ചു വെച്ചിട്ടില്ല, ചെറിയ രീതിയിൽ അത് ഉണ്ട് ഈ സിനിമയ്ക്ക്. അങ്ങനെ എനിക്ക് പേഴ്സണലി ആലോചിക്കുന്ന സമയത്ത് സർപ്രൈസ് ആണെന്ന് ഫീൽ ചെയ്യിക്കുന്ന കുറച്ച് സാധനങ്ങൾ, അത് ഞാൻ ഒരുപാട് പറഞ്ഞ് അതിൻ്റെ സർപ്രൈസ് കളയുന്നില്ല. കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് ഭയങ്കരമായിട്ടല്ല, പക്ഷേ സിനിമയുടെ
കുറച്ച് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളിൽ അത് വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്യാമിയോ എലമെന്റ് കൂടി ഉണ്ടോ ആക്ച്വൽ ആക്ടേഴ്സിന്റെ അതിന്റെ അങ്ങനെ കൂടി? അത് നമുക്ക് ആഫ്റ്റർ റിലീസ് പറയാം. പറയാം. ഇപ്പം എന്തായാലും തിയേറ്ററിൽ ഈ പറയുന്ന ഇപ്പം ജോഫിൻ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ റിവീൽ ആവട്ടെ. എന്തായാലും 2025 മലയാള സിനിമയുടെ ഒരു തുടക്കം ഗംഭീരമാക്കുന്ന ഒരു പ്രൊജക്റ്റായിട്ട് രേഖാചിത്രം മാറട്ടെ. താങ്ക് യു ജോഫിൻ. താങ്ക് യു.